സാർ സാറേ ആ സാർ ഇന്നലെ ചോദിച്ച ഫയല്. ഏത് ഫയല്? സാർ ഇന്നലെ ചോദിച്ചില്ലായിരുന്നോ പുതുശ്ശേരിയിൽ നടന്ന തെഫ്റ്റിന്റെ ഫയല്? എടോ, ഇത് ഞാൻ തന്നോട് ഇന്നലെയല്ലേ ചോദിച്ചത്? സാർ ഇന്നലെ സാർ ഫയൽ എടുക്കാൻ പറഞ്ഞപ്പോഴല്ലേ ആ ആക്സിഡന്റ് കേസിന്റെ പുറകെ പോയത്. അത് കഴിഞ്ഞപ്പോ പിന്നെ സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയും ചെയ്തു. ശരി, താനത് വച്ചേക്ക്. സാർ ഡോ, സാർ ഒരു ചായ ഇട്ടോ. ആകപ്പാടെ തല പോന്നിരിക്കുക. ശരി സാർ. ഇതാ സാർ. ആ സർ. ആ ആരാ? എന്തു വേണം? സാർ, ഒരു പരാതി ഉണ്ടായിരുന്നു. ആ കൊള്ളാം. ഞാനാണെങ്കിൽ 100 കൂട്ടം തിരക്കിനിടയിലായിരുന്നു. ഒരു ചായ കുടിക്കാൻ വിചാരിച്ചതാ. മാഡം ഇരിക്കും. മാഡത്തിന്റെ പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ആ, പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും മോഷണോ ആരെങ്കിലും ഉപദ്രവിക്കോ അങ്ങനത്തെ കേസ് വല്ലതും ആണോ? അല്ല സർ, ഇത് പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം. എങ്കിൽ പിന്നെ എനിക്ക് ചായ കുടിക്കാലോ അല്ലേ? കുടിക്കാം സർ. മാഡത്തിനൊന്നും തോന്നരുത് കേട്ടോ, ക്ഷീണം കൊണ്ടാ. ഒരുപാട് നൂലാമാല പിടിച്ച കേസുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചപ്പോ തന്നെ ഒരുപാട് സമയമായി. ചായ കുടിച്ചൊന്ന് ഉഷാറാവാന്ന് വെച്ചു. മാഡം ഒരു കാര്യം ചെയ്യും. പേഴ്സണൽ കാര്യമാണെന്നല്ലേ പറഞ്ഞേ. മാഡം പരാതി എന്താണെന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കാം. മാഡത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? സർ, ഞാൻ പേര് പറഞ്ഞില്ലായിരുന്നു. എന്റെ പേര് പത്മാവതി എന്നാ. ശരി, പത്മാവതി മാഡം പറയൂ, എന്താണ് മാഡത്തിന്റെ പ്രശ്നം? എന്താണ് മാഡത്തിന്റെ പരാതി? സർ, ഞാനിവിടെ അടുത്താണ് താമസം. ഞാൻ കുറച്ചു വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയതാ. ഇപ്പോ ഏതാനും മാസങ്ങളായി ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ട്. എനിക്ക് ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എനിക്ക് ശരിക്കും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. പോയ സമയത്ത് എന്റെ മകൾ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. അവളന്ന് തീരെ കുഞ്ഞായിരുന്നു. ഇപ്പൊ അവള് വളർന്ന് അവൾക്ക് വിവാഹപ്രായമായി. വിവാഹപ്രായമായപ്പോ ശരിക്കും അവളുടെ ഇഷ്ടത്തിനോ അവളുടെ സമ്മതത്തിനോ അല്ല അവളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതാ സാർ എന്റെ പരാതി.